Welcome on to the second section of optical instrumentation. Arun sir, you are welcome. Thank you, teacher. അപ്പോൾ നമ്മൾ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ മോഡ്യൂൾ 1-ൽ കഴിഞ്ഞ ക്ലാസ്സിൽ ലൈറ്റ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കണ്ടായിരുന്നു. ഇൻട്രൊഡക്ഷൻ അത് സിലബസിൽ തന്നെ കവർ ചെയ്യുന്ന പോർഷൻസ് ആണ്. അപ്പോൾ ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ മോഡ്യൂൾ 1-ൽ നമുക്ക് പഠിക്കാനുള്ള ഇത്രയൊക്കെയായിരിക്കും: റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിസ്പെർഷൻ, പിന്നെ ഇന്റർഫറൻസ്, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്, Newton's ring experiment, diffraction, comparison with interference, polarization, laws of polarization. ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് മോഡ്യൂൾ 1-ൽ കവർ ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒപ്റ്റിക്സ് എന്താണെന്ന്, ഫിസിക്കൽ ഒപ്റ്റിക്സും ജിയോമെട്രിക്കൽ ഒപ്റ്റിക്സും എന്താണെന്ന് കണ്ടു. ജിയോമെട്രിക്കൽ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു ലെൻസ് അല്ലെങ്കിൽ ഇമേജ് ഫോമിംഗ് ആയിട്ടുള്ള ഒരു ഡിവൈസ് എങ്ങനെയാണ് ഇമേജ് വീഴുന്നത്, അതിന്റെ ഫോക്കൽ ലെങ്ത്, അതിന്റെ കാര്യങ്ങൾ പഠിക്കാനായിരുന്നു ജിയോമെട്രിക്കൽ ഒപ്റ്റിക്സ്. ഫിസിക്കൽ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് ലൈറ്റ് അതിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കാൻ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഫിസിക്കൽ ഒപ്റ്റിക്സിലായിരിക്കും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റേഷനിൽ നിങ്ങൾക്ക് അറിയാം, മോഡ്യൂൾ 1-ൽ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ് പഠിച്ചതിന് ശേഷം മോഡ്യൂൾ 2-ൽ ഒപ്റ്റിക്കൽ ഫൈബർ അതിന്റെ കാര്യങ്ങളായിരിക്കും പഠിക്കുന്നത്. ഇറ്റ്സ് ആക്ച്വലി ആൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്. പിന്നെ അതിനുശേഷം തേർഡ് മോഡ്യൂളിൽ ലേസർ, സോഴ്സ് ഓഫ് ലൈറ്റ്സ്, അപ്പോൾ ലേസർ LED കുറിച്ച് പഠിക്കുന്നു. പിന്നെ ലേസറിന്റെ ആപ്ലിക്കേഷൻസ് ആണ് ഫോർത്ത് മോഡ്യൂൾ കവർ ചെയ്യുന്നത്. ദെൻ പിന്നെ നമ്മൾ കണ്ടത് ബ്രീഫ് ഹിസ്റ്ററി ബിഹൈൻഡ് ഒപ്റ്റിക്സ്. അപ്പൊ അതിൽ ലൈറ്റ് ആസ് എ പാർട്ടിക്കിൾ ആൻഡ് ആസ് എ വേവ് രണ്ട് രീതിയിൽ ഉണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ ലൈറ്റിന്റെ ബിഹേവിയർ പറഞ്ഞു. അപ്പൊ അതിൽ മെയിനായിട്ട് ഓർക്കേണ്ട പേര് ഒന്ന് മാക്സ്വെൽ, പിന്നെ ഐൻസ്റ്റീൻ, പിന്നെ നമുക്ക് പഠിക്കാനുള്ള തോമസ് യങ്, അദ്ദേഹത്തെ കുറിച്ച് കണ്ടു. ഐൻസ്റ്റീൻ ആണ് ലൈറ്റ് ഹാസ് എ ബോത്ത് പാർട്ടിക്കിൾ ആസ് വെൽ ആസ് വേവ് ബിഹേവിയർ ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ റിഫ്ലക്ഷനെ കുറിച്ച് കണ്ടു. പിന്നെ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു, അതുപോലെ കണ്ടു. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ്, അഗെയിൻ റിഫ്രാക്ഷൻ ഒന്ന് കണ്ടു. അപ്പോൾ ഒരു റിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ അത് റിഫ്രാക്ഷൻ സംഭവിക്കുമെന്നുള്ളത് ഈ പിക്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. സ്നെൽസ് ലോ എന്താണെന്ന് കണ്ടു. സോ ദ ബേസിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഒപ്റ്റിക്കൽ ഫൈബർ എന്താണ്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആൻഡ് വാട്ട് ഈസ് ക്രിട്ടിക്കൽ ആംഗിൾ, ഹൗ ഈസ് ഇറ്റ് അഫക്റ്റിംഗ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, ഇതെല്ലാം കണ്ടു. ദെൻ ഡിസ്പേർഷൻ എന്താണെന്ന് കണ്ടു. പിന്നെ ഇന്റർഫറൻസ് എന്താണെന്ന് നമ്മൾ തുടങ്ങി വെച്ചു. ഇന്റർഫറൻസ് എന്താണെന്ന് കണ്ടു. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ, എങ്ങനെയാണ് ഇന്റർഫറൻസ് യൂസ് ചെയ്യുന്നത്, യൂസ്ഡ് ആകുന്നത്. Then Young's double slit experiment. കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ക്ലാസ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡൗട്ട് വന്നായിരുന്നു, തോമസ് യങ് ഏത് സാഹചര്യത്തിലാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ചെയ്തതെന്ന്. അപ്പൊ അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത് കൊണ്ട് തന്നെ ഐ ഹാവ് ടു സെർച്ച് ഓൺ അബൌട്ട് തോമസ് യങ്. സംതിങ് ഐ ലേൺ വാസ് ഇൻട്രസ്റ്റിംഗ്. ഇപ്പൊ തോമസ് യങ്ങിനെ കുറിച്ച് അറിഞ്ഞാൽ അദ്ദേഹം ഒരു ഡോക്ടറാണ്, ഫിസിയോളജിസ്റ്റ് ആണ്, ഫിസിസിസ്റ്റ് ആണ്, അദ്ദേഹം ഈജിപ്റ്റോളജിസ്റ്റ് ആണ്. അറിഞ്ഞിരുന്നേ പറ്റുള്ളൂ തോമസ് യങ്ങിനെ എന്നൊരു വ്യക്തിയെ കുറിച്ച്. അപ്പോൾ ഹി വാസ് ദ ലാസ്റ്റ് മാൻ ഹു ന്യൂ എവറിത്തിങ്, അങ്ങനെ ഒരു ബുക്ക് തന്നെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കുറെ അച്ചീവ്മെന്റ്സ് ഉണ്ട്, അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളും അല്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ എഴുത്തുകളൊക്കെ. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് അദ്ദേഹം എങ്ങനെയാണ് നമ്മുടെ മനുഷ്യന്റെ കണ്ണ് കളറുകൾ തിരിച്ചറിയുന്നതുള്ളത് പഠിച്ചിരുന്നു. പിന്നെ എങ്ങനെയാണ് ഐ ഒരു വസ്തുവിനെ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ദെൻ ഹി എക്സ്പ്ലെയിൻ അസ്റ്റിഗ്മാറ്റിസം, അതായത് നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നതാണ് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് രണ്ടായി കാണുന്ന അവസ്ഥയാണ് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. അപ്പൊ ഈ അസ്റ്റിഗ്മാറ്റിസം അദ്ദേഹം 1800-ലാണ് ഡെവലപ്പ് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ കണ്ണിൽ തന്നെ കണ്ടുപിടിച്ചാണ് അസ്റ്റിഗ്മാറ്റിസം. അങ്ങനെ അസ്റ്റിഗ്മാറ്റിസം കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ലൈറ്റിന് വേവ് ബിഹേവിയർ ഉണ്ടെന്ന് മനസ്സിലാകും. കാരണം ഈ ഒന്നുകിൽ രണ്ടായി ഈ ഫ്രിഞ്ചസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാൻഡ്സ് എന്ന് പറയുന്നത്, ഡിഫറൻസ് ബാൻഡ്സ് എന്ന് പറയുന്നത് ബിക്കോസ് ലൈറ്റിന് വേവ് നേച്ചർ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ രണ്ടായി കാണുന്നത് ലൈറ്റിന് വേവ് നേച്ചർ ആണെന്ന് അദ്ദേഹം പ്രൂവ് ചെയ്യാൻ കാരണം ഈ അസ്റ്റിഗ്മാറ്റിസം ആണ്. അപ്പൊ ലെൻസിൽ അദ്ദേഹം ഉപയോഗിച്ചു വരുന്ന ലെൻസിൽ ഇങ്ങനെ ഒരു ബിഹേവിയർ കണ്ടു, അല്ലെങ്കിൽ രണ്ടായി കണ്ടു. പ്രകാശം വന്ന് വീഴുമ്പോൾ വസ്തുക്കളെ രണ്ടായി കാണുന്നത് അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ടാണ്
1801 അദ്ദേഹം യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് നടത്തുന്നു. Astigmatism was a breakthrough in his explanation of astigmatism was a breakthrough in Young's career. അപ്പം തോമസ് യങ്ങിന്റെ കരിയറിലെ വലിയൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തത്. അതിൽ നിന്നാണ് അദ്ദേഹം ലൈറ്റ് വേവ് തിയറി പറഞ്ഞത്. പക്ഷെ അദ്ദേഹം അന്ന് പറഞ്ഞതിനെ ആരും സപ്പോർട്ട് ചെയ്തില്ല. പിന്നെ അത് പ്രകടമാണ് വേവ് ലൈറ്റ് ഹാസ് എ വേവ് നേച്ചർ. ദെൻ അദ്ദേഹത്തിന്റെ വലിയൊരു കണ്ടുപിടുത്തം എന്ന് പറഞ്ഞതായിരുന്നു ഈജിപ്ഷ്യൻ ഹീറോഗ്ലിഫിക്സ്. അതായത് ഈജിപ്ഷ്യൻ പിരമിഡ്സിലെല്ലാം ഉണ്ടാകുന്ന കോഡ്സ് ഡിസിഫർ ചെയ്യാൻ ശ്രമിക്കുന്നു. അദ്ദേഹം ബോഡി ഇലാസ്റ്റിസിറ്റി, കാപ്പിലാരിറ്റി, ആക്ഷൻ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സ് ആണ്. സോ കനോട്ട് ഫർഗെറ്റ് ദിസ് പേഴ്സൺ. അദ്ദേഹമാണ് ലൈറ്റിനെ ആദ്യമായിട്ട് വേവ് തിയറി പറഞ്ഞത്, ലൈറ്റിനെ വേവ് നേച്ചർ. സോ അപ്പൊ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന് ഒന്നുകൂടെ ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാം. സോ ഈ ഫസ്റ്റ് എക്സ്പെരിമെന്റഡ് മീൻസ് തോമസ് യങ് എക്സ്പെരിമെന്റഡ് ഓൺ സൺലൈറ്റ്. സൺലൈറ്റ് ഉപയോഗിച്ചാണ് എക്സ്പെരിമെന്റേഷൻ നടക്കുക. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സിംഗിൾ സ്ലിറ്റിൽ സൺലൈറ്റിനെ വീഴ്ത്തുന്നു. പിന്നെ ആ പ്രകാശം കൊണ്ട് വേറെ 2 പിൻ ഹോൾസിൽ ലൈറ്റിനെ വീഴ്ത്തുന്നു. അദ്ദേഹം ഒരു സ്ക്രീനിൽ കളേർഡ് ഫ്രിഞ്ചസ് ഉണ്ട്. അപ്പൊ സൺലൈറ്റ് വീഴുന്നതുകൊണ്ട് he could see only colored fringes. So these are interference fringes. ഇവിടെ കാണുന്നതെല്ലാം interference fringes ആണ്. അപ്പം അങ്ങനെ അദ്ദേഹം ഇന്റർഫറൻസ് ഫ്രിഞ്ചസ് വ്യക്തതയില്ലാതെ കണ്ടതുകൊണ്ട് അദ്ദേഹം മോണോക്രോമാറ്റിക് ലൈറ്റ് ഉപയോഗിച്ച് ഇന്റർഫറൻസ് ലൈറ്റ് സ്ക്രീനിൽ കണ്ടു. അപ്പൊ ഇദ്ദേഹം മോണോക്രോമാറ്റിക് ലൈറ്റ് ആയിട്ട് സോഡിയം പേപ്പർ ലാമ്പാണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ച് ഈ made to fall the light on a single slit. Then pin holes മാറ്റിയിട്ട് അദ്ദേഹം ലീനിയർ സ്ലിറ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിനുശേഷം സ്ക്രീനിൽ അദ്ദേഹം ക്ലിയർ ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രിഞ്ചസ് അദ്ദേഹം സ്ക്രീനിൽ കണ്ടു. അപ്പൊ ഇത് സ്ക്രീൻ ആക്ച്വലി ഹാസ് ഇന്റർഫറൻസ് ഫ്രിഞ്ചസ്. അപ്പം അതിൽ നിന്നാണ് അദ്ദേഹം പിന്നെ അതിന്റെ തിയറിയും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഇന്റർഫറൻസ് എന്നുള്ള കോൺസെപ്റ്റ് കണ്ടതിൽ ബ്രൈറ്റ് ഇന്റൻസിറ്റി ആക്ച്വലി ഇറ്റ്സ് ഡ്യൂ ടു കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്നും അതുപോലെ സീറോ ഇന്റൻസിറ്റി പോയിന്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡ്യൂ ടു ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്നും അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് 2 വേവ്സ് ഇൻ ഫേസ് ആണെങ്കിൽ വി ഹാവ് വാട്ട് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സൈൻ വേവ് ആക്ച്വലി ഗ്രോയിങ് ആണ്. അപ്പൊ അതാണ് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ്. Suppose the waves are out of phase, you have zero intensity on this point. Up or zero intensity. Okay, then next. അപ്പൊ ഇനി നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിനെ കുറിച്ച് കൂടുതൽ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അപ്പൊ അതിനുവേണ്ടി കുറച്ച് ടേംസ് വി ഹാവ് ടു ഫെമിലറൈസ് വിത്ത്. സോ ഇറ്റ് ഇസ് പാത്ത് ഡിഫറൻസ് ആൻഡ് ഫേസ് ഡിഫറൻസ്. അപ്പൊ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നോക്കാം. 2 വേവ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ്സ് ടു എ പർട്ടിക്കുലർ പോയിന്റ്. ഒരു പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. അപ്പം സപ്പോസ് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, അത് ബ്ലൂ വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ നമ്മുടെ പർപ്പിൾ വേവ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത് ആണ് നമ്മൾ പറയുന്നത്. സോ ആസ് യു കെൻ സി ഇതിപ്പോ 0 പോയിന്റ് ആയതുകൊണ്ട് ദ ഡിഫറൻസ് ഈസ്, നമുക്കറിയാം ഈ സൈൻ വേവ് അതിന്റെ വേവ് ലെങ്ത് എന്ന് പറയാൻ ഇറ്റ്സ് ലാംഡ. സോ ഇതിന്റെ പകുതി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി λ/2. അതിന്റെ പകുതി എന്ന് പറയുന്നത് λ/4. സോ പാത്ത് ഡിഫറൻസ് between the 2 waves will be actually λ/4. ഈ പർട്ടിക്കുലർ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ വേവ്സ് തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത് λ/4. എപ്പോഴും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ വേവ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് it is defined as the distance traveled by the wave will be defined as the path difference. അപ്പം ഇനി നമ്മൾ ഫേസ് ഡിഫറൻസ് എന്താണ് കാണുന്നത്. ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ ഡിഗ്രീസ്. അതായത് 2 വേവ്, ഈ വേവ് നമ്മൾ മാക്സിമം എത്തുന്നു, അതുപോലെ ഈ വേവും മാക്സിമം. അപ്പൊ ഈ വേവ് എത്തുന്ന മാക്സിമത്തിന്റെ ഡിഗ്രിയും അതുപോലെ ഈ വേവ് മാക്സിമത്തിൽ എത്തുന്ന ഡിഗ്രിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെയാണ് നമ്മൾ 0 വെച്ച് നമുക്ക് പറയാം. ഈ വേവ് 0 എത്തുന്ന
ആംഗിളും ഈ വേവ് സീറോയിൽ എത്തുന്നതാണ്. നോക്കുമ്പോഴത്തേക്കും എത്രയാണോ ആ ഡിഫറൻസ് ദാറ്റ് ഇസ് ആക്ച്വലി ഫേസ് ഡിഫറൻസ്. ഓക്കെ, അപ്പം ഫേസ് ഡിഫറൻസും പാത്ത് ഡിഫറൻസും ക്ലിയർ ആയാലും നമുക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് വീണ്ടും ഒരു എക്സാമ്പിൾ കാണിച്ചു. സപ്പോസ് ദിസ് വേവ് സ്റ്റാർട്ട്സ്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദിസ് ആക്ച്വലി റെഡ് കളർ വേവ് ആൻഡ് ബ്ലൂ ഡോട്ട് ഉള്ള വേവ് ആണ് അടുത്ത വേവ്. രണ്ട് വേവ്സ് ഉണ്ട്. അപ്പം ബ്ലൂ ഡോട്ട് ഉള്ളത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. റെഡ് കളേർഡ് വേവ് സ്റ്റാർട്ട്സ് അറ്റ്. സോ ദ ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് എ പാത്ത്. ഈ പോയിന്റിൽ വിത്ത് റെസ്പെക്ട് ടു ഈ പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറയും ഡിസ്റ്റൻസ് ട്രാവൽ അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ ഡിസ്റ്റൻസസ് ലാംഡ. വേവ് ലെങ്ത്തിന്റെ ടേംസിലാണ് നമ്മൾ പറയുന്നത്. ഇത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, ഇത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് എത്രയാണ്? ഇറ്റ് ഈസ് ഓൾവേസ് ലാംഡ. ഓക്കെ, സോറി, ലാംഡ, ഇറ്റ് ഇസ് ലാംഡ. നേരത്തെ ഫിഗറിൽ പാത്ത് ഡിഫറൻസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇവിടെ നിന്ന് ഈ വേവ് തുടങ്ങുന്ന ഈ സീറോയിലാണ്. ഈ വേവ് അതിന്റെ മിനിമം പോയിന്റ് വരുന്നത് ഇവിടെയാണ്. ഈ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിലാണ് പറയേണ്ടത്. അത് വേവ് ലെങ്ത്തിന്റെ ടേംസിലാണ് പറയുന്നത്. അപ്പോൾ വേവ് ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കറിയാം ഇത് മൊത്തം ലാംഡ ആണെങ്കിൽ ഇതിന്റെ പകുതി λ/2 ആയിരിക്കും, അതിന്റെ പകുതി എന്തായിരിക്കും λ. സോ ദാറ്റ് ഷുഡ് ബി ക്ലിയർ പാത്ത് ഡിഫറൻസ്. അപ്പൊ ഇവിടെ പാത്ത് ഡിഫറൻസ് എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 1 വേവ് ലെങ്ത്. അതുകൊണ്ട് നമ്മൾ പറയാം ഫേസ് ഡിഫറൻസ് എത്രയാണ്? നമുക്കറിയാം പാത്ത് ഡിഫറൻസ് ഇറ്റ് ഈസ് ലാംഡ. ദെൻ വാട്ട് ഈസ് ദ ഫേസ് ഡിഫറൻസ്? ഫേസ് ഡിഫറൻസ് എന്ന് പറയാൻ നമുക്ക് ഏതെങ്കിലും ഒരു മിനിമം പോയിന്റ് എടുക്കാന്ന് വെച്ചാൽ ഇത് മിനിമം പോയിന്റ് 0, അതിന്റെ അടുത്ത മിനിമം പോയിന്റ് 0, സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മാക്സിമം പോയിന്റ്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും മിനിമം 2 പോയിന്റ് നോക്കുമ്പോഴത്തേക്ക് അതിനുള്ള ആംഗിളിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2π. സോ പാത്ത് ഡിഫറൻസ് ലാംഡ ആണെങ്കിൽ ഫേസ് ഡിഫറൻസ് വിൽ ബി 2π. സോ അപ്പൊ ആ കൺസെപ്റ്റ്, അപ്പൊ പാത്ത് ഡിഫറൻസ് ലാംഡ ആണെങ്കിൽ ഫേസ് ഡിഫറൻസ് 2π ആകുമ്പോൾ then we are going to generalize the statement. If path difference is x, then the phase difference will be delta. So you have the equation x delta anengil lambda 2π anengil we'll say x by lambda equal to delta by 2π. Therefore delta will be equal to, we cross multiply 2π x by lambda. Then ingotte maathram 2π x by lambda is our endana phase. So you have a relation between phase difference and path difference. So delta is the phase difference. Select a phase difference equal to 2π by lambda into path difference. Path difference is only x ആണ്. 2π by lambda path difference. Okay, I hope you are clear with these things. പിന്നെ അടുത്തത് നമുക്ക് coherent sources ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ വേർഡ്സ്, ഈ ടേംസ് എല്ലാം നമുക്ക് അറിഞ്ഞാൽ മാത്രമേ കൂടുതൽ നമുക്ക് തിയറി ഓഫ് പ്രിൻസിപ്പിൾസിലേക്ക് കടക്കാൻ പറ്റൂ. കൊഹറന്റ് സോഴ്സസ് എന്താണ് പറയുന്നത്? അപ്പം അതിൽ ഡെഫിനിഷൻ ഞാൻ ക്ലിയർ ആയിട്ട് അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ 2 വേവ്സ് കൊഹറന്റ് ആവണമെന്നുണ്ടെങ്കിൽ വേവ്സ് തമ്മിൽ, 2 വേവ് തമ്മിൽ ഇറ്റ് ഷുഡ് ഹാവ് നിയർലി സെയിം ആംപ്ലിറ്റ്യൂഡ്, സെയിം ഫ്രീക്വൻസി ആൻഡ് എ പ്രെഡിക്റ്റബിൾ ഫേസ് റിലേഷൻഷിപ്പ്. അപ്പൊ പ്രെഡിക്റ്റബിൾ ഫേസ് റിലേഷൻഷിപ്പ് ഉണ്ടാവണം, പിന്നെ സെയിം ഫ്രീക്വൻസി ആയിരിക്കണം, പിന്നെ നിയർലി സെയിം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കണം. ഈ ഫിഗറിൽ നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കൊഹറന്റ് സോഴ്സസ് പറയാൻ പറ്റൂ. ഇതിൽ 2 തരത്തിലുള്ള ഫിഗേഴ്സ് നിങ്ങൾക്ക് കാണാം, A and P. അപ്പൊ 1 and 2 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അതിന്റെ ക്രസ്റ്റും ട്രഫും, രണ്ടിന്റെയും ക്രസ്റ്റും ട്രഫും ഒരുപോലെ പോകും. ദീസ് ആർ ഇൻ ഫേസ് വേവ്സ് കേട്ടോ. ഇത് ഇൻ ഫേസ് ആണ്. അങ്ങനെയാണെങ്കിലും കൊഹറന്റ് ആണ്. ഇത് കാരണം എന്താ? ബിക്കോസ് യു ഹാവ് എ പ്രെഡിക്റ്റബിൾ ഫേസ് റിലേഷൻഷിപ്പ് ഓവർ എ ഡിസ്റ്റൻസ് ആൻഡ് ടൈം. കുറെ സമയത്തേക്ക് ഡിസ്റ്റൻസിലേക്ക് ഇതിന് ഫേസ് റിലേഷൻഷിപ്പ് നമുക്കൊരു മാത്തമെറ്റിക്കൽ ഫോർമുലയിൽ പറയാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഇസ് ആക്ച്വലി എ കൊഹറന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഔട്ട് ഓഫ് ഫേസ് വേവും എന്താണ് നമുക്ക് കൊഹറന്റ് എന്ന് പറയാൻ പറ്റും. ബിക്കോസ് they are both are having a predictable phase relationship, frequency and amplitude. പക്ഷെ ഈ ഇപ്പത്തെ സൈഡിലുള്ള ഫിഗേഴ്സ് കണ്ടോ, ഫ്രീക്വൻസി ഡിഫറെന്റ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഫേസ് റിലേഷൻഷിപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് those are known as incoherent. So the waves emitted by two sources undergo irregular changes in frequency and or in phase. Then what? The sources are said to be incoherent. Incoherent. അപ്പൊ ഇനി കൊഹറന്റ് വേവ്സിനെ കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, if the waves rise and fall together, then the waves are said to be in phase. അപ്പൊ നേരത്തെ ആ ഫിഗർ തന്നെ ഞാൻ എടുത്തിരിക്കുകയാണ്. ഇപ്പൊ കണ്ടോ, ഇവിടെ ആ വേവ് ഇവിടെ തുടങ്ങുന്നത്. അപ്പൊ പാത്ത് ഡിഫറൻസ് ലാംഡ, ഫേസ് ഡിഫറൻസ് എന്താണ്? 2π.
നമ്മൾ ജനറലൈസ് ചെയ്ത് പറയും 0യോ 2πയോ. ഫേസ് ഡിഫറൻസ് 0യോ 2πയോ ആണെങ്കിൽ നമ്മൾ പറയും ഇൻ ഫേസ് വേവ്സ്. ഇൻ ഫേസ് വേവ്. എന്താ ഇൻ ഫേസ് വേവിന് ഇത്ര പ്രത്യേകം ചോദിച്ചത്? ബിക്കോസ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് നടത്തുന്നത് ആരാണ്? ഇൻ ഫേസ് വേവ്സ്. അതുകൊണ്ടാണ് അവരെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നത്. ഇൻ ഫേസ് വേവിന്റെ കണ്ടീഷൻ എന്താണ്? ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 0 or 2π. അപ്പൊ ഇനി നമ്മൾ ഔട്ട് ഓഫ് ഫേസ് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഗറിലുള്ളതുപോലെ ദ വേവ് റീച്ചസ് ദ ക്രസ്റ്റ് ആൻഡ് ട്രഫ് അല്ലേ? ഒരു വേവ് ക്രസ്റ്റിലെത്തുമ്പോൾ മറ്റെന്തായിരിക്കും? ട്രഫിലായിരിക്കും. മറ്റു വേവ് ട്രഫിലെത്തുമ്പോൾ അത് ക്രസ്റ്റിലായിരിക്കും. അപ്പൊ അങ്ങനത്തെ വേവ്സിനെ നമ്മൾ പറയാം ഔട്ട് ഓഫ് ഫേസ് വേവ്സ്. അപ്പൊ അവരുടെ ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കും? ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മിനിമം പോയിന്റ് വെച്ച് നോക്കിയാൽ മതി അല്ലെ? ഇതിന്റെ ആംഗിൾ പൈ ആണ്, ഇതിന്റെ ആംഗിൾ 0 ആണ്. ഫേസ് ഡിഫറൻസ് ഇസ് പൈ മൈനസ് 0 ഓർ പൈ. സോ ഫേസ് ഡിഫറൻസ് പൈ ആണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഫേസ് ഡിഫറൻസ് പൈ എന്ന് പറയുമ്പോഴത്തേക്ക് ഫേസ് ഡിഫറൻസ് പൈ അല്ലെങ്കിൽ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ, ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോസ് ആർ ഔട്ട് ഓഫ് ഫേസ് വേവ്സ്. അപ്പൊ നമ്മൾ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ ആണ് ഫേസ് ഡിഫറൻസ് എങ്കിൽ we will say it is in phase waves. Okay. Now അടുത്തത് നമ്മൾ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഒന്നുകൂടെ കുറച്ചുകൂടെ നമുക്ക് റിയലൈസ് ചെയ്യാനുണ്ട് കാര്യങ്ങൾ. പാത്ത് ഡിഫറൻസിനെ കുറിച്ച് പറയാനുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് കുറിച്ച്. ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട് ഓഫ് ഫേസ് വേവ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവിടെ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദം വിൽ ബി പൈ ഓർ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ. അപ്പൊ പാത്ത് ഡിഫറൻസിന്റെ ഫോർമുല നമുക്ക് നേരത്തെ അറിയാം. ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു 2π/λ ആയിട്ട് പാത്ത് ഡിഫറൻസ് ആണ്. അപ്പൊ പാത്ത് ഡിഫറൻസ് വിൽ ബി ഈക്വൽ ടു തിരിച്ച് λ/2π into ഫേസ് ഡിഫറൻസ്. അപ്പൊ നമ്മള് ഇപ്പൊ ഫേസ് ഡിഫറൻസ് നമ്മളെ കയ്യിൽ ഉണ്ട്. കാരണം എന്താണ്? പൈ അല്ലെങ്കിൽ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ആണെങ്കിൽ വിൽ സേ ദാറ്റ് ഇറ്റ് ഇസ് ഡിസ്ട്രക്റ്റീവ്. അപ്പൊ നമ്മള് എന്താണ് അതിന്റെ പാത്ത് ഡിഫറൻസ് എന്നുള്ളത് നോക്കാം. അപ്പൊ പൈ ആണ് ഫേസ് ഡിഫറൻസ് പൈ ആണെങ്കിൽ പാത്ത് ഡിഫറൻസ് എങ്കിൽ λ/2. എങ്ങനെ വരുന്നത്? നമ്മൾ പൈ λ/2π into പൈ. അപ്പൊ പൈ ഇവിടെ ആക്ച്വലി ക്യാൻസൽ ആയി പോകും. അതുകൊണ്ടാണ് പാത്ത് ഡിഫറൻസ് λ/2. ഇനി ഫേസ് ഡിഫറൻസ് 3π ആണെങ്കിൽ പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3π ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈ ആൻഡ് പൈ ക്യാൻസൽ. സോ ഇറ്റ്സ് 3λ/2. 5π ആണെങ്കിലോ ഇറ്റ്സ് 5λ/2. 7π ആണെങ്കിൽ 7λ/2. സോ odd multiples of pi ആണ് phase difference എങ്കിൽ what is the significance? You have path difference getting as odd multiples of λ. That's the point. Okay. ഇതിന് നമ്മളിത് path difference phase difference അറിഞ്ഞാലേ കൂടുതൽ നമ്മുടെ തിയറിയിലേക്ക് അല്ലെങ്കിൽ കണ്ടീഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനൊക്കെ വേണ്ടിയാണ് നമുക്ക് പഠിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ് നമ്മൾ ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണ്. അപ്പൊ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസിൽ when phase difference phase difference നമുക്കറിയാം ഇൻ ഫേസ് വേവ്സിന് ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്താണ് പാത്ത് ഡിഫറൻസ്? ഈ ഫോർമുലയിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഫേസ് ഡിഫറൻസ് 0 ആണെങ്കിൽ പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 0. ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2π ആണെങ്കിൽ പാത്ത് ഡിഫറൻസ് വിൽ ബി 2π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും λ. ഇനി 4π ആണെങ്കിൽ λ. സോ സി phase difference even multiples of pi ആണെങ്കിൽ path difference becomes whole number multiple of lambda. So that's the thing. So you have even in the case of destructive interference, path difference will be odd multiple of half wavelength, whereas in case of in phase or constructive interference, path difference will be whole number multiple of lambda. Okay, so having studied about the relationships, we will conclude again that for a maximum intensity point, maximum intensity angle, അതിന്റെ phase difference എന്ന് പറയുന്നത് എന്തായിരിക്കണം? Even multiple of pi ആയി. അങ്ങനെയാണെങ്കിൽ path difference എന്തായിരിക്കണം? It should be whole number multiple of lambda. For zero intensity അല്ലെങ്കിൽ minimum intensity ആണ് നമുക്ക് ആവശ്യമെങ്കിൽ phase difference between the two waves reaching at the point will be odd multiple of pi. Okay, അല്ലാന്നുണ്ടെങ്കിൽ path difference എങ്ങനെയാ പറയുന്നത്? It should be odd number multiple of lambda. So ഇത്രയാണ് ടെർമിനോളജീസ് നമുക്ക് വേണ്ടത്. പിന്നീട് നമുക്ക് കളിക്കും തിയറി ഓഫ് ഇന്റർഫറൻസ്. ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക്.
ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ 20 minutes ആയി, നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പറഞ്ഞു. ഹലോ അരുൺ സർ. യെസ്. ക്വസ്റ്റ്യൻ, ലൈറ്റിന്റെ നേച്ചറിനെ കുറിച്ച് വിശദീകരിക്കാമോ? ലൈറ്റിന്റെ ഡ്യുവൽ നേച്ചറിനെ കുറിച്ച് വിശദീകരിക്കാമോ? ഓക്കെ, അതെന്താ, അപ്പൊ നമ്മള് ഹിസ്റ്ററി പറഞ്ഞതാണ്. ബ്യൂട്ടിയാണ്. അപ്പം നമ്മള് ലൈറ്റ് ആസ് എ പാർട്ടിക്കിൾ ആസ് വെൽ ആസ് ലൈറ്റ് ആസ് എ വേവ് എന്നുള്ളതാണ് ഐൻസ്റ്റീന്റെ ഡ്യുവാലിറ്റി തിയറി. അപ്പൊ നമ്മള് ലൈറ്റ് ആസ് എ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആദ്യം ന്യൂട്ടൺ ആണ് ശരിക്കും ലൈറ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ട്രാവൽ ചെയ്യുന്നു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സർട്ടൻ പാർട്ടിക്കിൾസ്, കോർപ്പസ്യൂൾസ്. അപ്പൊ അതിനെ നമ്മൾ കോർപ്പസ്കുലാർ തിയറി എന്ന രീതിയിൽ നമുക്ക് അത് പഠിക്കാനില്ല, പക്ഷെ നമുക്ക് അറിയാൻ വേണ്ടിയുള്ളതുകൊണ്ട് ജസ്റ്റ് പറയുകയാണ്. കോർപ്പസ്കുലാർ തിയറി പ്രകാരമാണ് ന്യൂട്ടൺ പറഞ്ഞു ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് പാർട്ടിക്കിൾ. പക്ഷെ ആ സമയത്ത് ന്യൂട്ടന്റെ അത് വിഡ്ഢിത്തരമാണെന്ന് അതിനെ എല്ലാവരും അംഗീകരിക്കുകയാണ് ചെയ്യും. അതാണ് ലൈറ്റ് എന്തോ സംഭവമാണെന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം തോമസ് യങ് ആണ് അതിന്റെ വേവ് നേച്ചറിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ വേവ് നേച്ചർ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോട്രാൻസ് നമ്മൾ നടത്തിയപ്പോഴത്തേക്ക് he has seen that only if the light the ripples in the water, വാട്ടറിൽ ഉണ്ടാകുന്ന അലകൾ പോലെയാണ് ലൈറ്റ് വരുന്നതെന്നും അതുകൊണ്ടാണ് നമുക്ക് ബാൻഡ്സ് ആയിട്ട് ചില കാര്യങ്ങൾ രണ്ടായിട്ട് കാണുന്നതെന്നും ഒക്കെ ഉള്ള ഒരു അസംഷനിലാണ് വേവ് തിയറി. അപ്പൊ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് പിന്നെ മാക്സ്വെല് വന്നു. മാക്സ്വെൽ അദ്ദേഹം പറഞ്ഞു ഇറ്റ് ഇസ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അപ്പൊ അത് വെച്ച് ഇലക്ട്രോമാഗ്നറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും അതിനെന്താണ്, ഇറ്റ് ഹാസ് ഇലക്ട്രിക് ഫീൽഡ്. അത് ഇലക്ട്രിക് ഫീൽഡ് ഒരു പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അതിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. അങ്ങനെ ഇലക്ട്രോമാഗ്നറ്റിക് നേച്ചർ ഉണ്ടാകുമെന്നും മാത്രമല്ല പണ്ടൊക്കെ ന്യൂട്ടന്റെ കാലത്തൊക്കെ കരുതിയിരുന്നത് ലൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇൻഫിനിറ്റ് സ്പീഡ്, ഇറ്റ് കനോട്ട് ബി മെഷർ. ഒരിക്കലും ഗലീലിയോയുടെ സമയത്തൊക്കെ പരാജയപ്പെട്ടത് കൊണ്ട് ന്യൂട്ടൺ പറഞ്ഞു അത് ഒരിക്കലും എന്താണ് മെഷർ ചെയ്യാനേ പറ്റത്തില്ല ലൈറ്റ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് മാക്സ്വെൽ ആണ് പറയുന്നത് അതിനൊരു പർട്ടിക്കുലർ സ്പീഡ് ഉണ്ടെന്നും അത് എന്താണ് ഇറ്റ്സ് നോട്ട് ഇൻഫിനിറ്റ്, ഹാവിങ് എ ഫൈനൈറ്റ് വാല്യൂ. പക്ഷെ അത് ആ മാക്സ്വെലിന്റെ സമയത്ത് ആ വാല്യൂ കൃത്യമായിട്ട് കണ്ടുപിടിച്ചില്ല. അത് പിന്നെ 1980-കളിൽ മാത്രം, അതായത് SI യൂണിറ്റ് ഒക്കെ നിലവിൽ വരുന്നതിന് ശേഷം മാത്രമാണ് നമ്മളിപ്പം കേൾക്കുന്ന പോലെ 3×10⁸ മീറ്റർ/സെക്കൻഡ് എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പൊ അതാണ് മാക്സ്വെലിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി ആണ് പിന്നെ ഒരു ബ്രേക്ക് ത്രൂ ആയത്. അങ്ങനെയാണ് ലൈറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഭാഗമാകുന്നത് എല്ലാം. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് 1900s ആ ഒരു 20th സെഞ്ചുറിയിലാണ് ശരിക്കും ഫോട്ടോ ഇലക്ട്രിക് ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഐൻസ്റ്റീൻ. ആ സമയത്ത് ഇദ്ദേഹത്തിന് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാതെ വന്നു. അതിന് കാരണം എന്ന് പറയുന്നത് ഇത് വേവ്, കാരണം ലൈറ്റ് ഇസ് എ വേവ്. അപ്പോൾ കാരണം ഓൺലി ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് പാർട്ടിക്കിൾസ്, then only it can pick out the electrons out of a dot. ഫോട്ടോ ഇലക്ട്രിക് എന്താണെന്നൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഉടനെ കറണ്ട് വരണമെങ്കിൽ ഇലക്ട്രോൺസ് വേണം. ഇലക്ട്രോൺസിനെ തള്ളി മാറ്റണമെന്നുണ്ടെങ്കിൽ ലൈറ്റിന്റെ അകത്ത് പാർട്ടിക്കിൾ വരണ്ടേ. അങ്ങനെ പാർട്ടിക്കിൾ ഉണ്ടാകണം എന്ന് കരുതിയപ്പോഴത്തേക്കും മാക്സ്വെല്ലൊക്കെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് വേവ് ആണ്. അങ്ങനെ വന്നപ്പോഴത്തേക്കുമാണ് അദ്ദേഹം പ്ലാങ്കിന്റെ സഹായം തരുന്നത്. അപ്പൊ പ്ലാങ്ക് എന്താ പറഞ്ഞ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഉള്ള പ്ലാങ്ക് ആണ് മാക്സ് പ്ലാങ്ക്. പ്ലാങ്ക് എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ തിയറി കൊണ്ടുവന്നു. അതിൽ ബോഡീസ് എമിറ്റഡ്, ബോഡി ഒരു ഹീറ്റ് വന്ന് തട്ടുമ്പോൾ ബോഡി ഹീറ്റ് എമിറ്റ് ചെയ്യുന്ന പാക്കറ്റ്സ് ആണ്. അത് ക്വാണ്ടം തിയറിയാണ്. അങ്ങനെ പാക്കറ്റ്സ് ആണ് എമിറ്റ് ചെയ്യുന്നത് മനസ്സിലായതിനു ശേഷമാണ് അദ്ദേഹം പറയുന്നത് ലൈറ്റ് ഇസ് ഹാവിംഗ് ബോത്ത് പാർട്ടിക്കിൾ ആസ് വെൽ ആസ് ഏതാണ് ഐൻസ്റ്റീൻ ആ മാക്സ് പ്ലാങ്കിന്റെ സഹായത്തോടു കൂടിയാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ ആ ഒരു കംപ്ലീഷൻ വന്നത്. ഡ്യുവാലിറ്റി തിയറി അദ്ദേഹം ഫോർത്ത് ചെയ്യുന്നത് ലൈറ്റ് ഇസ് ഹാവിംഗ് ബോത്ത് വാട്ട് വേവ് ആസ് വെൽ ആസ് പാർട്ടിക്കിൾ നേച്ചർ. ആ മാക്സ് പ്ലാങ്ക് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ക്വാണ്ടം തിയറി കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഐൻസ്റ്റീൻ പറഞ്ഞു ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫോട്ടോൺസ് അല്ലെങ്കിൽ ക്വാണ്ടം യൂണിറ്റ്സിലാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ബോത്ത് പാർട്ടിക്കിൾ ആയിട്ടും അതായത് ചെറിയ ചെറിയ വേവ്സ് ആയിട്ടും, പക്ഷെ അത് പാർട്ടിക്കിൾസ് ആണ്, രണ്ട് ബിഹേവിയർ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് ഐൻസ്റ്റീന് ഡ്യുവാലിറ്റി തിയറിയിൽ നോബൽ പ്രൈസ് കിട്ടുന്നത്.
Any question other? I hope it's clear. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാവുന്ന വിചാരിക്കും. അപ്പൊ അത് നമുക്ക് സിലബസ് വരുന്നതല്ല എന്നാൽ പോലും. Any other question? ഇല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് പാത്ത് ഡിഫറൻസ്, സ്പേസ് ഡിഫറൻസ്, കൊഹറൻസ് സോഴ്സ് ഇതെല്ലാം കണ്ടു. നമ്മൾ മൂവിങ് ഓൺ ടു തിയറി ഓഫ് ഇന്റർഫറൻസ് ഫ്രിഞ്ചസ്. ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് പുട്ട് ഇൻ ചാറ്റ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവത്തുള്ളൂ കാര്യങ്ങളെല്ലാം. അപ്പം അത് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ സെഷന്റെ അവസാനം മാത്രമേ ഡൗട്ട്സ് ക്ലിയർ ചെയ്യൂ. ഹലോ സർ, അരുൺ സർ, പ്രകാശത്തിന്റെ വേഗം എങ്ങനെയാണ് മെഷർ ചെയ്യുക? ഓക്കെ, വെലോസിറ്റി ഓഫ് ലൈറ്റ് മെഷർ ചെയ്ത എങ്ങനെയാണെന്നുള്ളത് അല്ലേ? സി, ഞാനത് ഐ നീഡ് ടൈം ഫോർ ദാറ്റ്. അപ്പൊ ഞാനത് സെഷന്റെ അവസാനം ഞാൻ നോക്കി പറഞ്ഞുതരാം. ഓക്കെ, ഐ നീഡ് ടൈം. അപ്പം അത് ആക്ച്വലി ഇറ്റ് വാസ് ഒരു സമയത്ത് അത് കൃത്യമായിട്ട് അതിന്റെ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ലേറ്റർ ഓൺ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പറയാം. ഓക്കെ, ഇനി അത് വേറെ എന്തെങ്കിലും ഇല്ല? What is disturbance sound? അങ്ങനെയാണ് ചോദിക്കുന്നത്. What is disturbance sounds? എന്താണ് ഉദ്ദേശിക്കുന്നത്? സൗണ്ട് നമ്മൾ പഠിപ്പിക്കുന്നതിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഓ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോയ്സ് കുറയ്ക്കാനുള്ള എന്തെങ്കിലും ചെയ്യാം. അതോ ലൈറ്റില് സൗണ്ടിലെ ഡിസ്റ്റർബൻസ് പോലെയാണോ ലൈറ്റിലെ ഡിസ്റ്റർബൻസ് എന്നാണോ ചോദിക്കുന്നത്? എന്താണെന്ന് അറിയില്ല. എനിവേ, ബോത്ത് സൗണ്ട് ആൻഡ് ലൈറ്റ് ഈസ് ഹാവിംഗ് വേവ് നേച്ചർ. എല്ലാത്തിനും ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഓക്കെ, ഇനി അത് സോ തിയറി ഓഫ് ഇന്റർഫറൻസ് ഫ്രിഞ്ചസ്. അപ്പൊ നമ്മൾ തിയറി പഠിക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രീ റിക്വിസിറ്റീസ് ആയിരുന്നു നേരത്തെ പറഞ്ഞത്. പാത്ത് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ്, കൊഹറൻസ് സോഴ്സ്. അപ്പോൾ ഇന്റർഫറൻസ് എന്താണെന്ന് ഒന്നുകൂടെ പറയാം. ഡെഫിനിഷൻ ആയിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയതാണ്. ഇന്റർഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി വാട്ട് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ് എനർജി. അതാണ് ഫസ്റ്റ് സെന്റൻസ്, ഫസ്റ്റ് വേർഡ്സ് നിങ്ങൾ ഓർക്കേണ്ടത്. ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ് എനർജി. How is it light energy getting redistributed? That's by superposition of light waves from two or more sources. രണ്ടോ അതിൽ കൂടുതലോ സോഴ്സസ് കൊണ്ടുണ്ടാവുന്ന ലൈറ്റ് വേവ്സിലെ സൂപ്പർ പൊസിഷൻ കാരണം ലൈറ്റ് എനർജിക്ക് ഉണ്ടാവുന്ന റീഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. എന്താണ്? രണ്ടോ അതോ അതിൽ കൂടുതലോ ഉള്ള സോഴ്സസ് ഉണ്ടാക്കുന്ന ലൈറ്റ് എനർജി സൂപ്പർ ഇമ്പോസ് ചെയ്ത് അഗെയിൻ ലൈറ്റ് എനർജിക്ക് ഉണ്ടാകുന്ന റീഡിസ്ട്രിബ്യൂഷൻ, അതിനെയാണ് നമ്മൾ ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടീഷൻ ഫോർ ഇന്റർഫറൻസ് എന്താണ്? ഇന്റർഫറൻസ് ഉണ്ടാവണമെങ്കിൽ ദി ലൈറ്റ് സോഴ്സസ് ഷുഡ് ബി കൊഹറന്റ്. കൊഹറന്റ് സോഴ്സസ് എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് നമ്മൾ കൊഹറൻസ് പഠിച്ചത്. പിന്നെ രണ്ടാമത് അതെന്താണെന്ന് ഞാൻ പറയാം. എന്താണ് ഒരു കണ്ടീഷൻ? അപ്പോ അദ്ദേഹം യങ് സൺലൈറ്റ് കൊണ്ട് നടത്തിയപ്പോഴത്തേക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ലായിരുന്നു. കളേർഡ് ഫ്രിഞ്ചസ് കണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കാണാൻ കഴിഞ്ഞു. Okay, I think he is saying that there is an echo in the classroom. Okay, classroom echo ഉണ്ട് എന്നാണ് പറയുന്നത്. ഡിസ്റ്റർബൻസ് ഇൻ സൗണ്ട് എന്ന് പറഞ്ഞത് അതാണ്. എന്താണ് ആ ഡിസ്റ്റർബൻസ്? ആക്ച്വലി നമ്മുടെ കോളേജിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത്. ആക്ച്വലി ഐ എം റിയലി ദ ഇൻകൺവീനിയൻസ് ഇസ് റിഗ്രറ്റഡ്. അതിനുള്ള നമുക്ക് സൊല്യൂഷൻ അടുത്ത ക്ലാസ്സിലെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് ആ ഡിസ്റ്റർബൻസ് വരുന്നത്. റിയലി സോറി ഫോർ ദാറ്റ്. ഓക്കെ, അപ്പൊ മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ്. ഓക്കെ, മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് ആണ് നമ്മൾ തോമസ് യാൻ യൂസ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഉപയോഗിച്ചത്? കുറച്ചുകൂടെ ഫ്രിഞ്ചസ് ക്ലിയർ ആയി കാണാൻ വേണ്ടി. അപ്പൊ ദാറ്റ്സ് ദ നെക്സ്റ്റ് കണ്ടീഷൻ ഫോർ ഇന്റർഫറൻസ്, ദാറ്റ് യു ഹാവ് ടു യൂസ് എ സിംഗിൾ വേവ് ലെങ്ത് സോഴ്സ്. മോണോക്രോമാറ്റിക്, മോണോ എന്ന് വെച്ചാൽ സിംഗിൾ, ക്രോമാറ്റിക് എന്ന് വെച്ചാൽ കളർ, ഒരു കളറുള്ള സോഴ്സ്. സിംഗിൾ വേവ് ലെങ്ത് ലൈറ്റ് സോഴ്സ് വേണം ഇന്റർഫറൻസ് വേണ്ടി ഉപയോഗിക്കുക. സോ തിയറി പഠിക്കുന്നതിന് എന്താണ് തിയറിയുടെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഒന്ന്, ടു ഡിറ്റർമിൻ ദ കണ്ടീഷൻ ഫോർ ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസ്. ആ ബ്രൈറ്റ് ഓർ ഡാർക്ക് ഫ്രിഞ്ചസിനുള്ള കണ്ടീഷൻ എന്താണ് ആ കണ്ടീഷൻ? രണ്ടാമത്,
fringe width of the interference pattern. ആ ഒബ്ജക്റ്റീവിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രിഞ്ച് വിഡ്ത്ത്. ഫ്രിഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, ബാൻഡ് ആണ് അല്ലെ. ആ ബാൻഡ് വിഡ്ത്ത് ഓഫ് ഒരു പാറ്റേൺ നമ്മൾ ഇന്റർഫറൻസ് ബാൻഡ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ വിഡ്ത്ത്. ഓക്കെ, സോ വിൽ ഗോ ഓൺ ടു ദ തിയറി. അപ്പൊ ആദ്യം നമ്മൾ തുടങ്ങുന്നത് കൺസിഡർ നാരോ മോണോക്രോമാറ്റിക് സോഴ്സ് എസ് ഇലുമിനേറ്റിംഗ് 2 slits A and B ഡിസ്റ്റൻസ് ഫ്രം എസ്. അപ്പൊ നമ്മളെ സോഴ്സ് ഇവിടെ ഉണ്ട്. സോഴ്സ് ഒരു നാരോ സ്ലിറ്റിനെ ഇലുമിനേറ്റ് ചെയ്യാണ്. അതാണ് യെസ്, അതാണ്ട് ഇലുമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അടുത്ത് അതെവിടെയാണ് വീഴുന്നതെന്ന് നോക്കി. എയും ബിയും എന്ന് പറഞ്ഞ 2 slits ഉണ്ട്, ഡബിൾ സ്ലിറ്റ്സിൽ വന്ന് ഇലുമിനേറ്റ് ചെയ്തു. അപ്പൊ എയും ബിയും എന്ന് പറയുന്നത് ഇക്വി ഡിസ്റ്റൻസ് ഫ്രം എസ് ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വളരെ അകത്തിയെ കാണിക്കാൻ പറ്റുള്ളൂ. ഇത്രയും ഡിസ്റ്റൻസ് ഒന്നും ഇല്ല ശരിക്കും പ്രാക്ടീസ്. ആ ഡിസ്റ്റൻസ് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ അടുത്തത് ആ സ്ക്രീൻ ഇവിടെ പ്ലേസ് ചെയ്യാണ്. സ്ക്രീനിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? ഡി, ക്യാപിറ്റൽ ഡി. സി, സോ യു ഹാവ് എ ആൻഡ് ബി ഗെറ്റിംഗ് എലിമിനേറ്റഡ്. എയും ബിയും ലൈറ്റ് സോഴ്സ് ഉണ്ടാക്കുന്നു. So you have to assume a center. The theory ക്ക് വേണ്ടി നമ്മൾ assume ചെയ്യാണ്. You have assumed a center point C over here, and C എന്ന് പറഞ്ഞാൽ ആ സെന്റർ പോയിന്റ് again equidistant from A and B ആണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ്, പക്ഷെ ശരിക്കും ഒരേ ദൂരത്താണ്. Then C has a maximum intensity. Okay, ഈ പോയിന്റിലാണ് നമുക്ക് മാക്സിമം ഇന്റൻസിറ്റി വരുന്നത്. അത് എങ്ങനെയാണെന്ന് കാണാം. ഒരു പോയിന്റ് പി നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഇവിടെ കണ്ടോ, പി വന്നു. അപ്പോ നമ്മൾ ഇന്റർഫറൻസ് ബാൻഡ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഇതുപോലെ ഇന്റർഫറൻസ് ബാൻഡ് കാണും. സെന്റർ പോയിന്റിൽ മാക്സിമം ഇന്റൻസിറ്റി വരും, പിന്നെ അങ്ങോട്ട് ഇന്റൻസിറ്റി കുറയുന്നതായിട്ട് നമുക്ക് കാണാം. സോ ദിസ് ഇസ് ദ സെറ്റപ്പ്. ഓക്കെ, ഈ പി എന്ന പോയിന്റ് ഇറ്റ്സ് വൈ ഡിസ്റ്റൻസ് അവേ ഫ്രം സെന്റർ പോയിന്റ്. വൈ ഡിസ്റ്റൻസ് അവേ. ഇതാണ് നമ്മളുടെ സെറ്റപ്പ് വേണ്ടത്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ എയും ബിയിൽ ലൈറ്റ് പിയിൽ അടിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം എന്ന് പിയിലേക്ക് ഒരു ലൈൻ വരച്ചേക്കുന്നത്. ഇറ്റ് ഇസ് ആക്ച്വലി മെൻ ദാറ്റ് ദർ ഇസ് എ ലൈറ്റ് റേ. അതിൽ ബിന്ന് പിയിലേക്ക് വീണ്ടും ഒരു ലൈറ്റ് റേ ഉണ്ട്. അപ്പം ബിന്ന് അത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ചേക്കാണ്. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ടു ഫൈൻഡ് ദ പാത്ത് ഡിഫറൻസ് അറ്റ് പി. എന്തിനാ പാത്ത് ഡിഫറൻസ് കാണുന്നത്? പിയില് പാത്ത് ഡിഫറൻസ് കാണുന്നത് എന്തിനാ? ഇവിടെ നിന്ന് വേവ് വരുന്നുണ്ട്, ഇവിടെ നിന്ന് വേവ് വരുന്നുണ്ട് അല്ലെ. രണ്ട് വേവിന്റെയും പാത്ത് ഡിഫറൻസ് നമുക്ക് കാണണം. പാത്ത് ഡിഫറൻസ്. അപ്പോ പാത്ത് ഡിഫറൻസ് കാണാനുള്ള ഉദ്ദേശം എന്താണ്? പാത്ത് ഡിഫറൻസ് കണ്ടാൽ അവിടെ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണോ അതോ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണോ നടക്കുന്നത് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, ഒരു പോയിന്റില് അതിൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ആണോ അതോ ഡാർക്ക് ഫ്രിഞ്ച് ആണോ വരുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇതൊക്കെ പഠിക്കുന്നത്. സി, സോ ദർ ഇസ് ഇതെല്ലാം വരച്ചതിന് ശേഷം നമ്മൾ ആ കണ്ടീഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ പി ക്യു നിങ്ങൾക്ക് കാണാൻ കഴിയും. വാട്ട് ഇസ് പി ക്യു? പി ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പി ക്യു ഈസ് പി സി മൈനസ് സി ക്യു. പി സി മൈനസ് സി. പി സി മൈനസ് സി. വാട്ട് ഇസ് പി സി? വൈ. വാട്ട് ഇസ് QC? QC is ഈ ഡിയുടെ പകുതി അല്ലെ. QR എന്ന് പറഞ്ഞാൽ ഡി ആണ്. QR എന്ന് പറഞ്ഞാൽ ഡി ആണ്. അപ്പൊ QC എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? D/2 അല്ലെ. അതുകൊണ്ടാണ് y മൈനസ് D/2 ആയിരിക്കും. ഇനി അടുത്ത് എന്താണ്? PR. PR നോക്കിക്കേ. PR എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് തൊട്ട് ഇതുവരെയുള്ള ദൂരം. It is what? PC plus CR. PC എത്രയാണ്? y. അപ്പൊ CR എത്രയാണ്? It is D/2. ഓക്കെ, അപ്പം അത്രയുണ്ട് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഈ ട്രയാങ്കിൾ നോക്കണേ. ഒരു നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അതിന്റെ പ്രകാരം എന്താണ്? ഹൈപ്പോട്ടൻസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ബി പി സ്ക്വയർ, അതായത് ഈ ട്രയാങ്കിൾ ശ്രദ്ധിക്കണേ. ഇതാണ്ടോ ബി പി ആർ. ബി പി ആർ. അപ്പൊ ബി പി സ്ക്വയർ എന്തായിരിക്കും? വിച്ച് ഇസ് ഈക്വൽ ടു പി ആർ സ്ക്വയർ പ്ലസ് ബി ആർ സ്ക്വയർ ആണ് അല്ലെ. ബി പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പി ആർ സ്ക്വയർ പ്ലസ് ബി ആർ സ്ക്വയർ. അപ്പൊ നേരത്തെ നമുക്കറിയാം പി ആർ എന്താണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ബി ആർ എന്താണ്? ജസ്റ്റ് ദ സ്ക്രീൻ ഡിസ്റ്റൻസ്. ഇനി എ പി സ്ക്വയർ എന്താണ്? അത് ഈ ട്രയാങ്കിൾ ആണ് കേട്ടോ. ഈ ട്രയാങ്കിൾ അല്ലെ. ഓക്കെ, ഈ ട്രയാങ്കിൾ എ പി ക്യൂ അതിനെന്താണ്? അതിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് വെച്ചാൽ എ പി സ്ക്വയർ. അതിന്റെ ഹൈറ്റ് എത്രയാണ്? പി ക്യൂ സ്ക്വയർ.
പിന്നെ അതിന്റെ ബേസ് എത്രയാണ്? ജസ്റ്റ് ക്യാപിറ്റൽ ഡീസ്. അപ്പൊ നമ്മളിതാ ഇത് രണ്ടും എഴുതി. ഇനി ഇത് നമ്മൾ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്, അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. അപ്പൊ അത് ഞാൻ എഴുതിയിട്ട് ദാറ്റ്സ് ഫോർ യു. നിങ്ങൾ ഡെറിവേഷൻ എഴുതുമ്പോൾ എപ്പോഴും അതൊരു പേനയും പേപ്പർ എടുത്ത് വെച്ച് എഴുതാൻ ശ്രമിക്കുക. അപ്പം ബി പി സ്ക്വയർ ഈക്വൽ ടു വൈ പ്ലസ് ബി ബൈ ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അതുപോലെ എ പി സ്ക്വയർ വൈ മൈനസ് ബി ബൈ ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ഇവിടെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഉണ്ട്, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. കണ്ടോ മാത്സ് ഭൂലോകത്തിന്റെ കണക്കിന്റെ സ്പന്ദനം, ഭൂലോകത്തിന്റെ സ്പന്ദനം കണക്കിനാന്ന് പറയുന്ന പോലെ എല്ലായിടത്തും കണക്കറിഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്താണെന്ന് പറയുന്നത്. അപ്പൊ അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. എഴുതിയതിനു ശേഷം സി ബി പി സ്ക്വയർ മൈനസ് എ പി സ്ക്വയർ. ഇവിടെ നമ്മൾ കണ്ട ബി പി സ്ക്വയറും എ പി സ്ക്വയർ ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യും. സോ യു ക്യാൻ സീ ദാറ്റ് ദേർ വിൽ ബി സിമിലർ ടേംസ് ഹിയർ. അങ്ങനെ നോക്കുമ്പോൾ സിമിലർ ടേംസ് ക്യാൻസൽ ആയി പോകുന്നു. യു ഹാവ് 2y d as the answer. 2y d നിങ്ങൾ തന്നെ എഴുതി നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ പരീക്ഷയ്ക്കൊക്കെ എഴുതി നമ്മൾ ഇതെല്ലാം വലിച്ച് വാരി എഴുതണമെന്നില്ല. ജസ്റ്റ് 2y d മാത്രം നമ്മൾ അവിടെ എഴുതിയാൽ മതി. ബിക്കോസ് ഇറ്റ്സ് ക്ലിയർ, യു നോ ദാറ്റ്. അപ്പൊ ഇത് അവിടെ അഗെയിൻ ഒരു മാത്തമാറ്റിക്കൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. നിങ്ങൾക്ക് അത് അഗെയിൻ കണക്കിന്റെ സ്പന്ദനം, ഭൂലോകത്തിന്റെ സ്പന്ദനം കണക്കിലാന്ന് പറയുന്ന പോലെ അഗെയിൻ ബി പി മൈനസ് എ പി, ബി പി പ്ലസ് എ പി എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു 2y. ഓക്കെ, അപ്പൊ ബി പി മൈനസ് എ പി എന്തായിരിക്കും? 2y d ബൈ ബി പി പ്ലസ് എ പി. കണ്ടോ, ഇത് പുറത്തോട്ട് പോകുന്നു, താഴെ. അപ്പൊ ബി പി പ്ലസ് എ പി എന്താണെന്ന് നോക്കണം. ബി പി എന്ന് പറഞ്ഞാൽ ഇത്, എ പി എന്ന് പറഞ്ഞാൽ ഇത്. സോ ബി പി മൈനസ് എ പി കണ്ടുപിടിക്കേണ്ട ഉദ്ദേശം പറഞ്ഞാൽ ഈ എ എന്നുള്ള സോഴ്സിൽ നിന്നും പിയിലേക്ക് ഒരു വേവ് ഉണ്ട്, അതുപോലെ ബി എന്ന സോഴ്സിൽ നിന്നും പിയിലേക്ക് വേവ്. ഈ രണ്ട് വേവും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ആണ് ബി പി മൈനസ് എ പി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബി പി മൈനസ് എ പി മാത്രം കോൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മളൊരു അപ്രോക്സിമേഷൻ നടത്തുകയാണ്. ഈ ബി പി എ പി, കാരണം എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ രീതിയിൽ വരയ്ക്കുന്നേ ഉള്ളൂ. അത് വളരെ ചെറുതായതുകൊണ്ട് ഇത് ആക്ച്വലി ഈ ബി പി എ പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഡി, ഇറ്റ്സ് ക്യാപിറ്റൽ ഡി എന്ന ഡിസ്റ്റൻസ് തന്നെയാണ്. അപ്പൊ ബി പി പ്ലസ് എ പി എന്തായിരിക്കും? ബി പിയും എ പിയും സെയിം ആയതുകൊണ്ട് ബി പി പ്ലസ് എ പി 2d എന്ന അപ്രോക്സിമേറ്റ്. അപ്പൊ നിങ്ങൾ ചോദിക്കാം, അയ്യോ അപ്പൊ അങ്ങനെ ബി പി മൈനസ് എ പി 0 ആയി പോകത്തില്ലേ? കാരണം രണ്ടും അപ്രോക്സിമേറ്റ്ലി ഡി എന്നല്ലേ പറഞ്ഞത്. അങ്ങനെ ആവത്തില്ല. കാരണം നമുക്ക് വേണ്ടത് ആ ചെറിയ പാത്ത് ഡിഫറൻസ്, അത് നമ്മൾ 0 ആക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കണ്ടുപിടിക്കാനില്ല. അതുകൊണ്ടാണ് ബി പി മൈനസ് എ പി വളരെ ചെറിയ വാല്യൂ ആണ്. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ എഴുതിക്കുന്നത് ബി പി മൈനസ് എ പി എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും? നമുക്കറിയാം ബി പി പ്ലസ് എ പി 2d ആയതുകൊണ്ട് 2y d by 2d. So 2 and 2 gets cancelled. What is the path difference? Path difference is yes, y d by d. അപ്പോ പാത്ത് ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു. പാത്ത് ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാന്നാ പറഞ്ഞത്? അതെ, ഫേസ് ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഫേസ് ഡിഫറൻസ് പാത്ത് ഡിഫറൻസ് പറയാമെങ്കിൽ എന്താണ്? അത് ബ്രൈറ്റ് ഫ്രിഞ്ച് ആണോ അതോ ഡാർക്ക് ഫ്രിഞ്ച് ആണോ എന്ന് മനസ്സിലാവും. സോ condition for bright fringe. So once you get the path difference, what is the condition? If the path difference is a whole number multiple of lambda, ഇതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ path difference ന്റെ കാര്യം. അപ്പൊ whole number multiple of lambda അല്ലെങ്കിൽ phase difference എന്ന് പറഞ്ഞാൽ എന്താണ്? It is even multiple of pi ആണെങ്കിൽ നമ്മൾ പറയും the point P belongs to what? The bright fringe. See, yd by d equal to what? n lambda, where n is what? 0, 1, 2 or 3. ഇപ്പൊ എന്താ n ലാംഡ എന്ന് പറയാൻ കാരണം? n എന്ന് പറയുന്നത് ഏതോ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാ? ഈ ഹോൾ നമ്പേഴ്സ് ആയിരിക്കും, 0, 1, 2, 3. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും എന്താണ്? ബ്രൈറ്റ് ഫ്രിഞ്ച് കണ്ടീഷൻ. ദിസ് ഇസ് ദ ബ്രൈറ്റ് ഫ്രിഞ്ച് കണ്ടീഷൻ. ഓക്കെ, സോ അപ്പൊ ഇതിൽ നിന്ന് y ഈക്വൽ ടു നമ്മൾ എന്ത് കിട്ടും? n ലാംഡ d by d എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ദിസ് ഇസ് ആക്ച്വലി ദി ഡിസ്റ്റൻസ് ഓഫ് nth ബ്രൈറ്റ് ഫ്രിഞ്ച് ഫ്രം പോയിന്റ് സി. ഈ സി എന്ന പോയിന്റിൽ നിന്നും, ഇപ്പൊ പിയിലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്, പി ആണ് nth ബ്രൈറ്റ് ഫ്രിഞ്ച് ആണെന്ന് വെച്ചോ. പി ഏതോ സ്ക്രീനിൽ ഏതോ ഒരു പോയിന്റ് ആണ്. അപ്പൊ അത് ആ പോയിന്റിൽ നമ്മൾ എന്താണ്? ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ് എന്നുള്ള അസംഷനില്, ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ് എന്നുണ്ടെങ്കിൽ ഇതായിരിക്കണം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്തായിരിക്കണം? സിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കണം? n ലാംഡ d by capital small d. Okay, so where n is actually 0, 1, 2 or 3. Is this clear? എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോ നമ്മൾ പോയിന്റ് പി എന്ന് പറയുന്നത് സ്ക്രീനിൽ ഒരു പോയിന്റ് ആണ്. അതിന്റെ ഡിസ്റ്റൻസ് y ആണെന്നുണ്ടെങ്കിൽ ആ y എന്ന് പറയുന്നത് n ലാംഡ d by d ആണെങ്കിൽ നമ്മൾ പറയും ഇറ്റ് ഇസ് എ ബ്രൈറ്റ് ഫ്രിഞ്ച്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ condition for, so this is our path difference. Condition for dark fringe.
with path difference നേരത്തെ പറഞ്ഞതുപോലെ path difference is an odd number multiple of lambda by 2, then the point P will be belonging to a dark fringe. yd by d എന്ന് പറയുന്നത് equal to 2n plus 1 lambda by 2. അതായത് 2n plus 1 എല്ലാം ഡൗട്ട് കാണും. 2n plus 1 എന്ന് പറയാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ സപ്പോസ് n 0 ആണെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ അത് എന്താവും 1 ആവും. n 1 ആണെങ്കിൽ എന്താവും അത് 3 ആവും അല്ലെ. n 2 ആണെങ്കിൽ എന്താവും അത് 5 ആവും. n 3 ആണെങ്കിൽ 2 into 3 plus 1 6 plus 1 7. So odd number multiple ആകാൻ വേണ്ടിയാണ് നമ്മൾ ഈ 2n plus 1 കൊടുത്തേക്കുന്നത്. 2n plus 1 lambda by 2 ആണ് odd wavelength of half wavelength. അതാണ് നമ്മുടെ odd number multiple of half wavelength ആണ് നമ്മുടെ path difference. So what is y then? Again 2n plus 1 lambda d by 2d. ഇപ്പൊ തൊട്ട് cross multiply ചെയ്തിരിക്കുക. Clear? So what is that? That is the നമ്മൾ dark fringe condition ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് എങ്കിൽ that is obviously a dark fringe എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യണം. അപ്പൊ p എന്ന പോയിന്റ് y ഡിസ്റ്റൻസ് അപ്പാർട്ട് ആണെങ്കിൽ ആ y എന്ന് പറയുന്ന ഈ വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? It is a dark fringe. Okay, so you get the condition. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ഫ്രിഞ്ച് വിഡ്ത്തിനെ കുറിച്ച്. ഓക്കെ, ഫ്രിഞ്ച് വിഡ്ത്ത് എന്താണെന്ന് പറയാം. അപ്പം hope this is clear everybody. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ please put it on the chat. Condition for dark fringe, okay, then condition for bright fringe. Okay, so fringe width പറയാൻ നേരത്തെ what is fringe width? Fringe width is actually the distance between any two consecutive bright or dark fringes. Definition കേട്ട് പേടിക്കണ്ട. രണ്ട് width bright fringe തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് നമ്മുടെ bright fringe. അപ്പൊ ഡിസ്റ്റൻസ് ഓഫ് nth bright fringe from the center of the screen. nth bright fringeന്റെ nth bright fringeന്റെ ഡിസ്റ്റൻസ് സെന്ററിൽ നിന്ന് എത്ര ദൂരം. bright fringe ആണെങ്കിൽ നമുക്കറിയാം y is equal to n lambda d by small അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം, n 0 ആവുമ്പോൾ y എന്തായിരിക്കും? 0 ആയിരിക്കും. n 1 ആവുമ്പോൾ എന്താവും? ഇറ്റ് ഇസ് lambda d by. n 2 ആവുമ്പോൾ എന്താവും? 2 lambda d. 3 ആവുമ്പോൾ എന്താവും? 3 lambda d by. So this is your fringe. കണ്ടോ? അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ 0th ബ്രൈറ്റ് ഫ്രിഞ്ച് അല്ലെങ്കിൽ സെന്ററിലുള്ള. അടുത്ത 1 ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ബ്രൈറ്റ് ഫ്രിഞ്ച് കണ്ടോ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ബ്രൈറ്റ് ഫ്രിഞ്ച്. ഇനി രണ്ട് ബ്രൈറ്റ് ഫ്രിഞ്ച് തമ്മിലുള്ള ദൂരമാണ് നമ്മൾ എന്താ പറയുന്നത്? ഇറ്റ് ഇസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ബ്രൈറ്റ് ഫ്രിഞ്ചസ്. അപ്പൊ എത്രയാണ്? നിങ്ങൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് നോക്കിയേ. ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് എത്ര കിട്ടും? ലാംഡ ഡി ബൈ ഡി അല്ലെ. ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് എത്ര കിട്ടും? ലാംഡ ഡി ബൈ ഡി. അപ്പൊ ഈ രണ്ട്, ഈ സെൻട്രൽ നിന്നും ഈ ബ്രൈറ്റ് ഫ്രിഞ്ചിലേക്കുള്ള ദൂരം എത്രയാണ്? അതാണ് ലാംഡ ഡി ബൈ ഡി. ദാറ്റ് ഇസ് ഫ്രിഞ്ച് വിഡ്ത്ത് ആൻഡ് ഇറ്റ് ഇസ് നോൺ ആസ്, ഇറ്റ്സ് ഡിനോട്ടഡ് ആസ് ബീറ്റ. ഓക്കേ, ബീറ്റ. അടുത്തത് ഡിസ്റ്റൻസ് ഓഫ് nth ഡാർക്ക് ഫ്രിഞ്ച് ഫ്രം ദ സെന്റർ ഓഫ് ദ സ്ക്രീൻ. എന്താണ്? y is equal to 2n plus 1 lambda d by 2b. Okay, where n is equal to 0 1 2 3. Okay, 2n plus 1 നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ ഡാർക്ക് ഫ്രിഞ്ച് ആണെങ്കിൽ സെന്ററിൽ നിന്ന് എത്ര ദൂരം. അപ്പൊ y 0 ആണെങ്കിൽ, സോറി n 0 ആണെങ്കിൽ എന്തായിരിക്കും? ലാംഡ d by 2. n 1 ആണെങ്കിൽ എന്താണ്? 3 ലാംഡ d by 2. ഇനി n 2 ആണെങ്കിൽ എന്താണ്? 5 ലാംഡ d by 2. 3 ആണെങ്കിൽ എന്താണ്? 7 ലാംഡ d by 2. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ദിസ് ഇസ് യുവർ ഇന്റർഫറൻസ് ഫ്രിഞ്ച്. സോ ഫസ്റ്റ് 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കും. ഇത് രണ്ടുമാണ് ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച്. അപ്പൊ സെൻട്രലിൽ നിന്നും ഇത്ര ദൂരം. ഓക്കെ, അടുത്തത് അതാണ് ഈ y എന്ന് പറയുന്നത്. അടുത്ത എന്താ? 3 ലാംഡ d എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രലിൽ നിന്നും ഇതിലേക്കുള്ള ദൂരം, അല്ലെങ്കിൽ സെൻട്രലിൽ നിന്നും ഇതിലേക്കുള്ള ദൂരമാണ് 3 ലാംഡ d by 2. ഇനി അടുത്തത് 5 ലാംഡ d by 2. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞത് എന്തായിരിക്കും? ഇറ്റ് ഗിവ്സ് യു രണ്ട് ഡാർക്ക് ബാൻഡിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വാട്ട് ഇസ് ദാറ്റ്? ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് നോക്കും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഇസ് ആക്ച്വലി ദി ഫ്രിഞ്ച് വിഡ്ത്ത് ബിറ്റ്വീൻ ടു ഡാർക്ക് ഫ്രിഞ്ചസ്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു ഡാർക്ക് ഫ്രിഞ്ചസ് ലാംഡ d by d. അപ്പോൾ ഫ്രിഞ്ച് വിഡ്ത്ത് ഡാർക്ക് ആയാലും ബ്രൈറ്റ് ആയാലും ഇറ്റ് ഇസ് വാല്യൂ ഇസ് വാട്ട്? ലാംഡ d by small. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രിഞ്ച് വിഡ്ത്ത് എന്താണെന്ന് മനസ്സിലായി. തീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ക്യാപിറ്റൽ d by d. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങളാണ്.
It's directly proportional to wavelength lambda of light. അല്ലേ? വേവ് ലെങ്ത്തിന് ഫ്രിഞ്ച് വിട്ട് നടന്ന വേവ് ലെങ്ത്തിന് പ്രൊപ്പോർഷണൽ ആണ്. പിന്നെ എന്തിന്റെ പ്രൊപ്പോർഷണൽ ആണ്? ഡിസ്റ്റൻസ്, അതായത് ക്യാപിറ്റൽ ഡി ഫ്രം ദ ടു സോഴ്സസ് ഓഫ് ലൈറ്റ്, അതായത് സ്ക്രീനിന്റെ ഡിസ്റ്റൻസ്. പിന്നെ അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് വേവ് ലെങ്ത് കൂടുന്തോറും നമുക്ക് എന്ത് പറ്റും? ഫ്രിഞ്ച് വിട്ട് കൂടിക്കൊണ്ടിരിക്കും. വേവ് ലെങ്ത് കുറവാണെങ്കിലോ നമുക്കറിയാം, നേരത്തെ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞ ബ്ലൂ ലൈറ്റിന് വേവ് ലെങ്ത് കുറവും റെഡ് ലൈറ്റിന് വേവ് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ എന്ത് പറ്റും? റെഡ് ലൈറ്റ് വേവ് ലെങ്ത് കൂടുതലായതുകൊണ്ട് തന്നെ റെഡ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രിഞ്ചസിന്റെ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കും ദാൻ ബ്ലൂ ലൈറ്റ്. അപ്പം ക്ലോസർ ദ സ്ക്രീൻ കുറച്ചുകൂടെ ക്ലോസർ ആണെങ്കിൽ ഫ്രിഞ്ച് സെപ്പറേഷൻ എന്ത് വരും? ഈ കുറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഞ്ച് വിട്ടും കുറയും, കുറച്ചുകൂടെ അടുത്തിരിക്കും ഫ്രിഞ്ചസ്. Inversely proportional to distance between the two sources of light. അല്ലേ? d സ്മോൾ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് സോഴ്സും തമ്മിലുള്ള, അല്ലെങ്കിൽ രണ്ട് സ്ലിറ്റും തമ്മിലുള്ള അകലത്തെയാണ് സ്മോൾ ഡി. ആ സ്മോൾ ഡി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ വാട്ട് ക്ലോസർ ദ സ്ലിറ്റ് വൈഡർ ദ ഫ്രിഞ്ചസ്. സ്ലിറ്റ് വളരെ അടുത്ത് തന്നെ ഫ്രിഞ്ചസും വളരെ വൈഡ് ആയിരിക്കും. സോ അപ്പൊ ഇത് നമ്മൾ കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ഇത്രയൊക്കെയാണ്. അപ്പൊ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പോണ്ടർ എന്ന് പറയുകയാണ്. ക്വസ്റ്റ്യൻസ് പോണ്ടർ കുറച്ചുകൂടെ തിങ്ക് കെയർഫുള്ളി ആൻഡ് ആൻസർ. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. അപ്പം അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പൊ ഇത് നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലം ഒന്നും നമ്മുടെ കോളേജിലെ സിലബസിൽ ഒന്നും അങ്ങനെ ചോദിക്കാറില്ല, ബട്ട് എന്നാൽ പോലും ചോദിക്കാം. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ തിയറി അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്തേ മതിയാവും, എന്നാൽ ആ തിയറി നമുക്ക് മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് കൂടെ ഞാൻ ഇതിൽ ഇട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ടീച്ചർ, എനി ക്വസ്റ്റ്യൻസ്? സാർ, ഇത് യൂട്യൂബിൽ ഉണ്ടാവുമോ? ഏതാ ചാനൽ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ക്ലാസ് റൂം, ഗൂഗിൾ ക്ലാസ് റൂം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടി. അപ്പോ നമ്മളെ ക്ലാസ് കോഡ് നിങ്ങൾ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മതി. LKG LWCD ഇതാണ് നമ്മുടെ ക്ലാസ് കോഡ്. സോ ജോയിൻ പ്ലീസ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ അതിൽ ചോദിക്കുക. നമ്മൾ അതിൻ്റെയൊക്കെ ആൻസേഴ്സ്, നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുക മനസ്സിലാവുന്നത്. സോ ദയവ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ചോദിക്കുക. അപ്പൊ അതിന്റെ ക്ലാസ് കോഡ് LKG LWCD ആണ്. സോ പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. ദിസ് ഇസ് യുവർ ഗൂഗിൾ ക്ലാസ് റൂം ക്ലാസ് കോഡ്സ്. അതിന്റെ കഴിഞ്ഞ ക്ലാസ്സിലുള്ള വീഡിയോ, അതിന്റെ PPT എല്ലാം ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ ഈ PPT ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ സിറ്ററിൽ നിന്ന് നമുക്ക് അതിന്റെ വീഡിയോ, ഇപ്പൊ എടുത്ത ക്ലാസ്സിന്റെ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ അതും അതിന്റെ അകത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഡെഫിനറ്റ്ലി please join the classroom, please visit and please go through the study items. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക്. യൂട്യൂബ് ചാനൽ ഒന്നും തുടങ്ങിയിട്ടില്ല. യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ആക്സസിബിൾ അല്ല. നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂം ആണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഞാൻ ഇടാം. ഇപ്പോൾ ഇൻസ്ട്രുമെന്റേഷന്റെ നമ്മുടെ ഇൻസ്ട്രുമെന്റേഷൻ ഡിപ്പാർട്ട്മെന്റ് നെയ്യാറ്റിൻകരയുടെ യൂട്യൂബ് ചാനൽ ഉണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് പറയാം. അതിന്റെ ആവശ്യമില്ല, നിങ്ങൾ ക്ലാസ് റൂമിൽ കയറിയാൽ മതി. അതിൽ നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. യൂട്യൂബ് വഴി നിങ്ങൾക്ക് അത് ആക്സസിബിൾ ആണ്. യൂട്യൂബിലാണ് നമ്മൾ സകല വീഡിയോസ് ഇടുന്നത്. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. വേറെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക്. സോ നമ്മൾ പറയാൻ വരുന്നത് നമ്മളെ റെഫറൻസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് ഓഫ്, ആക്ച്വലി ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഒപ്റ്റിക്സ് ബൈ സുബ്രഹ്മണ്യം ആൻഡ് ബ്രിജ്ബാൾ ആണ്. അപ്പൊ അതിൽ നിങ്ങൾ ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടും. സോ ഡോണ്ട് വറി. അതൊന്ന് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ പ്ലീസ് റെഫർ ദ ടെക്സ്റ്റ് ബുക്ക്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അതാണ്, സുബ്രഹ്മണ്യം ആൻഡ് ബ്രിജ്ബാൾ. ഓക്കെ, ലൈബ്രറി ഒക്കെ യൂസ് ചെയ്യുക. ഇപ്പോൾ ലൈബ്രറി പലർക്കും അവൈലബിൾ അല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും അതിന് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ക്ലാസ് റൂമിൽ തന്നെ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി. അതിന്റെ ആൻസർ ഒക്കെ ഞാൻ അതിന്റെ അകത്ത് ഫോട്ടോ ആയിട്ടിടാം. സോ യൂസ് ഇറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. എനി ഡൗട്ട്സ്? സോ ഇപ്പൊ നമ്മൾ പഠിച്ചത് ഇത്രയാണ്. എന്നാൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്യാം. നമ്മൾ പഠിച്ചത് ഇന്ന് ഇവിടെ തുടങ്ങിയതെന്ന് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? വി സ്റ്റാർട്ടഡ് വിത്ത് പാത്ത് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ് ആൻഡ് കോഹറൻസ് സോഴ്സസ് എന്നാണ് തുടങ്ങിയത്.
പാത്ത് ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കുക. 2π by lambda into പാത്ത് ഡിഫറൻസ് ആണ് ഫേസ് ഡിഫറൻസ്. ഓക്കെ, രണ്ട് വേവ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പാത്ത് ഡിഫറൻസ് ഫേസ് ഡിഫറൻസ് നിങ്ങൾ തന്നെ കാണാൻ ശ്രമിക്കണം. അപ്പൊ ഇതാണ് നമ്മളെ ഫോമുല. എങ്ങനെ ഈ ഫോമുല വന്നത് ഞാൻ പറഞ്ഞായിരുന്നു. അതായത് ഇത് രണ്ട് വേവ്, ബ്ലൂ ഡോട്ട് ഉള്ള വേവും റെഡ് ലൈൻ ഉള്ള വേവ് ഉണ്ടെങ്കിൽ ഈ വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2πയിലാണ്, 0യിലാണ്. അപ്പം ഫേസ് ഡിഫറൻസ് വന്ന് 2π - 0 ആണ്. 2π is your phase difference. ഇനി എങ്ങനെയാണ് നമ്മൾ വേവ് ലെങ്ത്, സോറി പാത്ത് ഡിഫറൻസ് എങ്ങനെയാണ് കാണുന്നത്? വേവ് ലെങ്ത്തിന്റെ ടേംസ് ആണ് നമ്മൾ, അല്ലേ? വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഒറ്റ വേവ് ലെങ്ത് ലാംഡയാണ്. അത് കഴിഞ്ഞ് മാത്രമേ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് വേവ് ലെങ്ത് എന്താണ്? വാട്ട് ഇസ് ദാറ്റ്? പാത്ത് ഡിഫറൻസ് എത്രയാണ്? 1 വേവ് ലെങ്ത്. അതുകൊണ്ടാണ് Sir, please upload this class on ASAP official website in YouTube. കഴിഞ്ഞ ക്ലാസിന്റെ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അതും കൂടെ അപ്ലോഡ് ചെയ്യാം. ആക്ച്വലി വി ഹാവ് നോട്ട് ബീൻ ഇൻഫോംഡ് അബൌട്ട് ദാറ്റ്. അതിനെക്കുറിച്ച് നമുക്ക് ഇൻഫോർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂം വിസിറ്റ് ചെയ്യും. നിങ്ങൾ അങ്ങനെ നോക്കണ്ട. ഗൂഗിൾ ക്ലാസ് റൂമിലാവുമ്പോൾ നമുക്ക് എല്ലാ മെറ്റീരിയലും കൺസോൾട്ട് ആയിട്ട് ഒരിടത്ത് തന്നെ കാണാൻ കഴിയും. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഡൗട്ടും ചോദിക്കാം. ഇപ്പൊ യൂട്യൂബ് എന്ന് പറയുന്നത് ആ ക്ലാസ് കോഡ്, നിങ്ങൾ ക്ലാസ് കോഡ് ഞാൻ തന്നിട്ടുണ്ടല്ലോ, അത് വഴി കയറി നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പഠിക്കുക. യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മൾ അതിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ ഇപ്പൊ പ്രിഫറബിൾ ആയിട്ട് തോന്നുന്നത് ഗൂഗിൾ ക്ലാസ് റൂം ആണ്. സോ യൂസ് ഇറ്റ്. ഓക്കെ, എനിവേ എവിടെ ഇട്ടാലും നിങ്ങളെ ഡൗട്ട്, ചിലപ്പോൾ യൂട്യൂബിലാണെങ്കിൽ നമുക്ക് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരത്തില്ല ഡൗട്ട്സ് ഒക്കെ. ഗൂഗിൾ ക്ലാസ് റൂം ആണെങ്കിൽ നമ്മൾ അത് ഇപ്പോഴാ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ എല്ലാവരും ക്ലാസ് എടുക്കുന്നത് കൊണ്ട് നമ്മൾ അത് നോട്ട് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഐ വിൽ ഡു. ഞാൻ അവിടെ ഒഫീഷ്യൽസിനോട് ചോദിച്ച് ദാറ്റ് ഓൾസോ ഐ വിൽ ഡു. ഓക്കെ, അപ്പം പാത്ത് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ്. അപ്പം ലാംഡ ആണ് വേവ് ലെങ്ത് പാത്ത് ഡിഫറൻസ് എങ്കിൽ ഫേസ് ഡിഫറൻസ് will be 2π. So you have phase difference will be x ആണ് നമ്മുടെ path difference എങ്കിൽ delta will be the phase difference. Then what is delta? Cross multiply by 2πx by lambda. അതിൽ നിന്നാണ് phase difference equal to 2π by lambda into path difference കിട്ടുന്നത്. So that's the point. അപ്പൊ ഇനി ഇതില് തിയറിയിൽ നമ്മൾ പിന്നെ തിയറി കണ്ടു, അപ്പൊ അതിന്റെ കാര്യങ്ങൾ കണ്ടു, ഈ കണ്ടീഷൻ പഠിച്ചു. അപ്പൊ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള എസ്എ എന്ന് പറയുന്നത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ചോദിക്കും. പിന്നെ അതിന്റെ അകത്ത് കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതൊരു പ്രോബ്ലമാറ്റിക് അപ്രോച്ച് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. ബട്ട് യു ക്യാൻ ആക്ച്വലി അതിന് ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഹയർ സ്റ്റഡീസിന് പോകുന്നവര് ഈ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടൊന്നും നമുക്ക് കാര്യമില്ല. നമ്മൾ എന്തായാലും പ്രോബ്ലമാറ്റിക് ആയിട്ട് സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്താലേ ഹയർ സ്റ്റഡീസ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടില്ലാതെ പാസ്സാകാൻ കഴിയുള്ളൂ. സോ അതുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം. ഇപ്പൊ അവസാനം ഞാൻ പറഞ്ഞ പ്രോബ്ലംസ് എല്ലാം അപ്പൊ അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. എന്താ വാട്ട് ആർ ദ കണ്ടീഷൻസ് നെസസറി ഫോർ ഒബ്സർവിംഗ് ഇൻഡിഫറൻസ് ഫ്രിഞ്ചസ്? വാട്ട് ആർ ദ കണ്ടീഷൻസ്? ഒന്ന്, ലൈറ്റ് ഷുഡ് ബി മോണോക്രോമാറ്റിക്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഇറ്റ് ഷുഡ് ബി what? Sources should be coherent ആണ്. ഇനി how can we obtain coherent sources in practice? എങ്ങനെയാണ് coherent sources കിട്ടുന്നത്? ശരിക്കും ideally you won't get രണ്ട് different source of light എടുത്തു കഴിഞ്ഞാൽ cannot consider it as a coherent source. അത് ഇൻകോഹറന്റ് ആക്കും. അപ്പൊ കൊഹറന്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരേ ലൈറ്റ് യങ്സ് ചെയ്തതുപോലെ സ്പ്ലിറ്റിൽ പിടിച്ച് വേണം ശരിക്കും coherent sources ഉണ്ടാക്കാം. സോ ആക്ച്വലി 2 മെത്തേഡ്സ്, ഇവിടെ 2 മെത്തേഡാണുള്ളത്. ആംപ്ലിറ്റ്യൂഡ് ഡിവിഷൻ, വേവ് ഫ്രണ്ട് ഡിവിഷൻ. രണ്ട് രീതിയിൽ വേവ് ഫ്രണ്ടിനെ ഡിവൈഡ് ചെയ്യോ, ആംപ്ലിറ്റ്യൂഡിനെ ലൈറ്റിനുള്ള ആംപ്ലിറ്റ്യൂഡിനെ ഡിവൈഡ്, ഇന്റൻസിറ്റിയെ ഡിവൈഡ് ചെയ്തോ നമുക്ക് കോഹറന്റ് സോഴ്സ് ഒബ്റ്റെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, പാത്ത് ഡിഫറൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ 2 waves is 3 lambda by 4. Then what will be their phase difference? See, അപ്പം പാത്ത് ഡിഫറൻസ് 3 lambda by 4 ആണെങ്കിൽ ഫേസ് ഡിഫറൻസ് എന്താണെന്നാണ് ചോദ്യം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു പാത്ത് ഡിഫറൻസ് ഫേസ് ഡിഫറൻസ് തമ്മിലുള്ള റിലേഷൻ എന്താണ്? പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു lambda by 2π into phase difference. അപ്പൊ അത് വെച്ചാണ് നിങ്ങൾ ചെയ്യാൻ. Given, അടുത്ത ക്വസ്റ്റ്യൻ, given are the interference fringes. ഫിഗർ തന്നിട്ടുണ്ട്. Using red and blue monochromatic light. Do you see any difference? ഇത് രണ്ടും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടോ? ഉണ്ടെന്ന് കാണുന്നവർക്ക് എസ് കൊടുക്കാം, ഇല്ലാന്നെങ്കിൽ നോ എന്ന് എഴുതാം. അപ്പൊ ആക്ച്വലി there is a difference. എസ്. അപ്പോ what is the reason? അപ്പൊ അത് ഫ്രിഞ്ച് വിഡ്ത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഇക്വേഷൻ എന്താണ്? theta is equal to lambda d by d. അപ്പൊ വേവ് ലെങ്ത് കൂടുന്തോറും നമ്മുടെ ഫ്രിഞ്ചിന്റെ സെപ്പറേഷൻ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഫ്രിഞ്ച് സെപ്പറേഷൻ ഇവിടെ കൂടുതലാണ്. എന്തുകൊണ്ടാണ്? റെഡ് ലൈറ്റിന്. കാരണം റെഡിന്റെ വേവ് ലെങ്ത് 700 നാനോമീറ്റർ ആണ്. ബ്ലൂവിന്റെ വേവ് ലെങ്ത് എത്രയാണ്? 350 നാനോമീറ്റർ സംതിങ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഇതിന്റെ സെപ്പറേഷൻ കുറവും ഇതിന്റെ സെപ്പറേഷൻ കൂടുതലായിട്ട് ഇരിക്കുന്നത്.
10. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഗ്രീൻ ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 5100 ആംഗ്സ്ട്രോം ഫ്രം എ നാരോ സ്ലിറ്റ് ഇസ് ഇൻസിഡന്റ് ഓൺ എ ഡബിൾ സ്ലിറ്റ്. ഫൈൻഡ് ദ സ്ലിറ്റ് സെപ്പറേഷൻ. ഇവിടെ എല്ലാം തന്നിട്ടുണ്ട്. ആക്ച്വലി യു നീഡ് ടു ഫൈൻഡ് ഔട്ട് ഓൺലി സ്മോൾ ഡി. ഇവിടെ ആക്ച്വലി നിങ്ങൾക്ക് ഫ്രിഞ്ച് വിഡ്ത്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഫ്രിഞ്ച് വിഡ്ത്തിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാം. സർ ഇനി 5 മിനിറ്റ്സ് ഓക്കെ ഓക്കെ. അപ്പം ബീറ്റ ഇസ് ഇക്വൽ ടു ലാംഡ ഡി ബൈ ഡി ഉപയോഗിച്ച് നമുക്ക് അത് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അപ്പൊ ഇവിടെ ഒരു ഈ 5th ക്വസ്റ്റ്യനിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 10 ഫ്രിഞ്ചസിന്റെ വിഡ്ത്ത് ആണ് തന്നിരിക്കുന്നത്. ഈസ് 2 സെന്റിമീറ്റർ. 10 ഫ്രിഞ്ചസ് ഇസ് 2 സെന്റിമീറ്റർ. അപ്പൊ 10 ബീറ്റ ആണ് 2 സെന്റിമീറ്റർ ആയിട്ട് നിങ്ങൾ അവിടെ എടുക്കുക. ഓക്കെ സർ, ക്ലാസ് റൂം കോഡ് ഒന്നുകൂടെ കാണിക്കാം. ഓക്കെ. 6th എന്ന് പറയുന്ന 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 കോഹറന്റ് സോഴ്സസ് ആണ്. 0.18 millimeter apart. അപ്പോൾ സ്മോൾ ഡി ഉണ്ട്. Fringes are observed on screen. ഇപ്പോൾ ക്യാപിറ്റൽ ഡി ഇവിടെ തന്നിട്ടുണ്ട്. Found that with a certain monochromatic source of light, fourth bright fringe is situated at a distance of 10.8. അപ്പോൾ fourth bright fringeന്റെ കണ്ടീഷൻ ആണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ what is the condition for bright fringe? Okay, y is equal to n lambda capital D small d അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് എന്താ തന്നിരിക്കുന്നത്? n is equal to 4. Fourth bright fringe എന്ന് പറയുമ്പോൾ നിങ്ങൾ എണ്ണ 0, 1, 2, 3 ആണ്. അപ്പം n equal to 3 ഇട്ടാലും നിങ്ങൾക്ക് fourth bright fringe കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ യു പുട്ട്. എന്നിട്ട് അതിൽ നിന്ന് വേവ് ലെങ്ത് നിങ്ങൾ ലാംഡ കണ്ടുപിടിക്കും. ഇപ്പൊ ഞാൻ ബ്രീഫായിട്ട് CD പറഞ്ഞു പോകുന്നതിൽ ക്ഷമിക്കുക. ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ്ക്. ഞാൻ അത് ക്ലിയർ ചെയ്യുന്നതാണ്. സോ ദിസ് ഇസ് യുവർ ക്ലാസ് കോഡ്. പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. LKG LWCD. അപ്പൊ അതിലൊരു ക്വസ്റ്റ്യൻ അൺആൻസേർഡ് ആണ്. ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സ്പീഡ് ഓഫ് ലൈറ്റ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആയെന്നുള്ളത് ഞാനത് റെഫർ ചെയ്ത് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും പറഞ്ഞിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ നല്ല നല്ല ഡൗട്ട്സുകൾ വീണ്ടും ചോദിക്കുക. എന്നാൽ മാത്രമേ നമ്മളും ഇതുപോലെ തിങ്ക് ചെയ്യത്തുള്ളൂ. ഹൗ യു തിങ്ക്, യു ഡോണ്ട് നോ ഹൗ യു തിങ്ക്. അതുകൊണ്ടാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം. ഡു ആസ്ക്, ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക്. നിങ്ങൾ എന്തായാലും ചോദിക്കുക അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം. ക്ലാസ് കോഡ് ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. LKG LWCD. LKG LWCD. Okay. Thank you all. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം നിങ്ങളെ ക്ലാസ് റൂമിൽ ഇടുക. താങ്ക് യു. പറഞ്ഞു. ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെറിവേഷൻ എല്ലാം നല്ലപോലെ കുട്ടികൾക്കെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു അരുൺ സാർ. താങ്ക് യു ഓൾ. ഷാമില മിസ് റെക്കോർഡിംഗ് എൻഡ് ചെയ്തോളൂ മാം. റെക്കോർഡിംഗ് എൻഡ് ചെയ്യാം.